ഹലോ എവ്രി വൺ, എല്ലാവർക്കും KS ഇൻസൈറ്റ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ മധ്യകാല ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചു വരുന്നത്. അപ്പോൾ ഇന്ന് മൂന്നാമത്തെ ക്ലാസ് നമ്മൾ പുതിയൊരു രാജവംശത്തെക്കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് KS ഇൻസൈറ്റ്സ് എന്ന ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. KS എക്സാമിനും മറ്റ് PSC പരീക്ഷകൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഈ ഒരു ചാനലിലൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ കൂടാതെ നമ്മളുടെ മറ്റ് രണ്ട് ഇനീഷ്യേറ്റീവ്സ് ആണ് KS ഇൻസൈറ്റ്സ് എന്ന വെബ്സൈറ്റും നമ്മുടെ മോക്ക് എക്സാം പോർട്ടലും. ഇവിടെ നിങ്ങൾക്ക് വിവിധ സ്റ്റഡി മെറ്റീരിയൽസും മറ്റ് വിശദാംശങ്ങളും ലഭിക്കുന്നതായിരിക്കും. മോക്ക് എക്സാം പോർട്ടലിലാണെങ്കിൽ എക്സാംസ് എഴുതാവുന്നതാണ്, നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു സ്ലൈഡ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ കാണിച്ചിട്ടുള്ളതാണ്. എന്താണ്, നമ്മളൊരു 3 രാജ്യങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ 3 രാജവംശങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഗംഗ യമുന താഴ്വര ലഭിക്കുന്നതിന് വേണ്ടി ആരൊക്കെയായിരുന്നു ആ 3 പേര്? പാല, പ്രതിഹാര, രാഷ്ട്രകൂത്താസ്. അപ്പോൾ അതിൽ പാല എന്ന് പറയുന്ന ഡൈനാസ്റ്റിയെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, ബംഗാൾ അടിസ്ഥാനമാക്കിയിട്ടുള്ള. അപ്പോൾ ഇന്ന് നമ്മൾ രാഷ്ട്രകൂത്താസിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അവർ ഡെക്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യയുടെ ഭാഗത്തേക്കൊക്കെ വരുന്ന ഭാഗം. നിങ്ങൾക്ക് വലതുവശത്തെ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഓറഞ്ച് നിറത്തിൽ കാണാം. അപ്പോൾ രാഷ്ട്രകൂത്താസിനെ കുറിച്ചാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഈ ഒരു രാജവംശത്തെക്കുറിച്ചൊക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് രാഷ്ട്രകൂത്താസ് എന്താണ്, എവിടെയാണ് അടിസ്ഥാനമാക്കിയിട്ടുള്ളത്, അവരുടെ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഒരു മാറ്റം വന്നിട്ടുണ്ടോ, പുതിയ എന്തെങ്കിലും ഒരു സംഭാവന ഇത്തരത്തിലുള്ളൊരു രാജവംശത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉള്ളത്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു രാഷ്ട്രകൂത്താസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ മുന്നേയുള്ള റൂളേഴ്സ് ആയിരുന്നു. അപ്പോൾ അവരുടെ ഗ്രേറ്റസ്റ്റ് റൂളർ എന്ന് പറയുന്നത് ദണ്ഡി ദുർഗ എന്ന് പറയുന്ന ആളായിരുന്നു. അതായത് ഈ ഒരു രാഷ്ട്രകൂത്താസിനെ സ്ഥാപിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വളരെ മുന്നേ ഉള്ള ഒരു രാജവംശമാണെന്നേ പറയാൻ വേണ്ടി പറ്റുകയുള്ളൂ. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു രാജാവ് ദണ്ഡി ദുർഗയായിരുന്നു. അപ്പോൾ ഏകദേശം 750 AD അദ്ദേഹം ഇന്ത്യയുടെ നല്ലൊരു പ്രദേശങ്ങളെ കീഴ്പ്പെടുത്തുകയാണ് ഉണ്ടായത്. അപ്പോൾ വലതുവശത്തെ മാപ്പിൽ നമുക്ക് 750 മുതൽ 900 വരെയുള്ള കാലഘട്ടത്തിലുള്ള രാഷ്ട്രകൂത്താസിൻ്റെ മാപ്പ് കാണും. അപ്പോൾ ഇതാണ് രാഷ്ട്രകൂത്താസിൻ്റെ മാപ്പിൽ വളരെ വികാസം പ്രാപിച്ച ഒരു ഏരിയ ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ അദ്ദേഹം സൗത്തേൺ ഗുജറാത്തിൻ്റെ ഭാഗങ്ങളും മധ്യപ്രദേശും ബേരാറും ഒക്കെയുള്ള പ്രദേശങ്ങളും ഒക്കെ ഉൾപ്പെടുത്തി വളരെ വികാസം പ്രാപിച്ച ഒരു രാഷ്ട്രകൂത്താസ് എന്ന് പറയുന്ന കിങ്ഡം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മരണം 758 നടന്നതോടെ അദ്ദേഹത്തിൻ്റെ അങ്കിള് കൃഷ്ണ 1 ആണ് രാജാവായിട്ട് മാറിയത്. അപ്പോൾ കൃഷ്ണ 1 എന്ന് പറയുന്ന പേര് നമ്മൾ ഓർത്തു വെക്കണം, കാരണം ഞാൻ പിന്നീട് പറയും. കാരണം അദ്ദേഹത്തിന് വലിയൊരു സംഭാവന ഇന്ത്യയിലേക്ക് ഉണ്ട്, ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. അപ്പോൾ ദണ്ഡി ദുർഗയുടെ മരണത്തിന് ശേഷം 758 അങ്കിള് കൃഷ്ണ 1 ആണ് രാജാവായിട്ട് മാറിയത്. അതിനുശേഷം ഈ ഒരു കൃഷ്ണ 1 ശേഷം ധ്രുവ എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായി. അപ്പോൾ ഈ ഒരു ധ്രുവയുടെ കാലഘട്ടത്തിലാണ് രാഷ്ട്രകൂത്താസ് ഏറ്റവും പവർഫുള്ളായി മാറുന്നത് എന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ധ്രുവ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് 750 മുതൽ 794 വരെ ഈ ഒരു രാഷ്ട്രകൂത്താസ് ഏറ്റവും പവർഫുള്ളായി മാറുന്നതെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ അതിനുശേഷം പല ഇവർ മാറി ഭരിക്കുന്നുണ്ട്. കാരണം ഒരാൾ മരിച്ചു, അയാളുടെ ശേഷം അടുത്ത ആൾ. അപ്പോൾ ഇങ്ങനെ പല രാജാക്കന്മാരുണ്ട്. അപ്പോൾ ഇങ്ങനെ രാജാക്കന്മാർ പറയുന്ന സമയത്ത് നമ്മൾ ഓരോരാളുടെയും പേരും അവരുടെ കാലഘട്ടത്തെക്കുറിച്ചൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട രാജാക്കന്മാരെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട രാജാക്കന്മാരിൽ ഒരാൾ ദണ്ഡി ദുർഗയാണ്. അതിനുശേഷം കൃഷ്ണ 1 വന്നു. കൃഷ്ണ 1 കുറിച്ച് നമ്മൾ വീണ്ടും പഠിക്കും, കാരണം അദ്ദേഹം വലിയൊരു സംഭാവന നൽകിയിട്ടുണ്ട്. അതിനുശേഷം ധ്രുവ വന്നു. അപ്പോൾ ധ്രുവയുടെ സമയത്താണ് രാഷ്ട്രകൂത്താസ് ഏറ്റവും പവർഫുൾ ആയത് എന്ന് ഓർത്തു വെക്കുക. രാഷ്ട്രകൂത്താസ് പവർഫുൾ ആയത് ഈ ഒരു ധ്രുവയുടെ കാലഘട്ടത്തിലാണെന്ന് ഓർത്തുക. ധ്രുവയ്ക്ക് ശേഷം ഗോവിന്ദ 3 വന്നു, പിന്നെ അമോഘ വർഷ വന്നു. അതിനുശേഷം അങ്ങനെ പോയി കൃഷ്ണ 3 എന്ന് പറയുന്ന രാജാവും വന്നു. അപ്പോൾ കൃഷ്ണ 3 ആയിരുന്നു ഈ ഒരു രാഷ്ട്രകൂത്ത ഡൈനാസ്റ്റിയിലെ ഏറ്റവും പവർഫുള്ളായ, അതായത് ലാസ്റ്റ് ഉണ്ടായതിൽ ഏറ്റവും പവർഫുള്ളായ റൂളർ. അതിനുശേഷം കൃഷ്ണ 3 ശേഷം വന്ന രാജാക്കന്മാരൊക്കെ അത്ര പവർഫുൾ ഒന്നും ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൈനാസ്റ്റി മെല്ലെ തകർന്ന് തരിപ്പണമാവുകയാണ് ചെയ്തത്. അപ്പോൾ സക്സസ് ഓഫ് കൃഷ്ണ 3 എന്ന് പറയുന്നത്, കൃഷ്ണ 3ക്ക് ശേഷമുള്ള രാജാക്കന്മാർ അത്ര പവർഫുൾ ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ കിങ്ഡം മെല്ലെ നശിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്ന ഇവരുടെ മതം, റിലീജിയൻ എന്തായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇന്ത്യയിൽ വിവിധ മതങ്ങൾ ഉയർന്നു വരുന്നതിന് ഇവിടുത്തെ രാജാക്കന്മാരുടെ സപ്പോർട്ട് വളരെ ആവശ്യമായിരുന്നു. അത്തരത്തിലുള്ള സപ്പോർട്ടിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ത്യയിൽ മതങ്ങൾ മാറി ഉയർന്നു വന്നിരിക്കുന്നത്. അപ്പോൾ ഈ രാഷ്ട്രകൂത്താസിൻ്റെ തുടക്കത്തിൽ അവരുടെ മതം എന്ന് പറയുന്നത് ശിവനും വിഷ്ണുവുമായിരുന്നു, അതായത് ഹിന്ദു മതമായിരുന്നു എന്ന് നമുക്ക് പറയാം. അപ്പോൾ രാഷ്ട്രകൂത്താസിൻ്റെ തുടക്കത്തിൽ ഈ ഒരു മതം ശിവനെയും വിഷ്ണുവിനെയും ഒക്കെ ആരാധിച്ചിരുന്നു, അതുകൊണ്ട് ഹിന്ദു മതം. അപ്പോൾ ഇത്തരത്തിൽ റോക്കട്ട് ശിവ ടെമ്പിൾ, എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും.
മഹാരാഷ്ട്രയിലുള്ള ഔറംഗാബാദിലെ മഹാരാഷ്ട്രയിലുള്ള എല്ലോറ ഗുഹാക്ഷേത്രങ്ങളുണ്ട്. ഈ ഒരു എല്ലോറ ഗുഹാക്ഷേത്രങ്ങൾ ഇത്തരത്തിൽ അവരുടെ റിലീജിയനുമായിട്ട് അല്ലെങ്കിൽ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് നമ്മൾ കുറച്ച് വിശദമായിട്ട് പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിർമ്മിച്ചത് കൃഷ്ണ വൺ ആണെന്ന് ഓർത്തു വെക്കണം. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു, കൃഷ്ണ വൺ എന്ന് പറയുന്ന രാജാവിന് കുറച്ച് പ്രാധാന്യമുണ്ട്. എന്താണ് ആ പ്രാധാന്യം? അതായത് മഹാരാഷ്ട്രയിലുള്ള എല്ലോറ ഗുഹാക്ഷേത്രം, അതിൽ റോക്കട്ട് ശിവ ടെമ്പിൾ. അപ്പോൾ ഈ ഒരു ടെമ്പിൾ അല്ലെങ്കിൽ അമ്പലം ഉണ്ടാക്കിയിരിക്കുന്നത് കൃഷ്ണ വൺ ആണ്. അപ്പോൾ ഈ ഒരു രാജവംശത്തിലെ തന്നെ അല്ലെങ്കിൽ രാഷ്ട്രകുത്താസിൽ തന്നെ തുടക്കത്തിൽ ഹിന്ദു മതമായിരുന്നു. പിന്നീട് വന്നവർ ജൈനിസത്തിനെയും പാട്രണൈസ് ചെയ്തിട്ടുണ്ട്. ജൈനിസം ഫോളോ ചെയ്തിട്ടുണ്ട്. ചില ആൾക്കാർ ബുദ്ധിസത്തിനെയും ഫോളോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബുദ്ധിസം ഈ ഒരു സമയത്ത് ഡിക്ലൈൻ ചെയ്യുന്നതായിട്ടാണ്, അതായത് കുറയുന്നതായിട്ടാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എല്ലോറ ഗുഹാക്ഷേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുഹകൾ അടങ്ങിയ ക്ഷേത്രമാണ്. അവിടെ നമുക്ക് ഹിന്ദു മതത്തിൻ്റെയും ജൈന മതത്തിൻ്റെയും ബുദ്ധമതത്തിൻ്റെയും ഒക്കെ ശില്പങ്ങളും മറ്റുമൊക്കെ കാണാൻ വേണ്ടി പറ്റും. കാരണം അന്നത്തെ ആ ഒരു സമയത്ത് ആരാണോ ഭരിക്കുന്നത്, അവർ ഏത് മതത്തിനെയാണോ ഫോളോ ചെയ്യുന്നത്, അവരാണ് അവിടെ ശില്പങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കവിടെ ഹിന്ദുമതവും ബുദ്ധമതവും അല്ലെങ്കിൽ ജൈന മതത്തിൻ്റെയൊക്കെ ശില്പങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ നമ്മളിനി മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത് എല്ലോറ ഗുഹാക്ഷേത്രത്തിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലോറ ഗുഹാക്ഷേത്രം എന്ന് പറയുന്നത് ഔറംഗാബാദിലാണെന്ന് ഓർത്തു വെക്കണം. ഔറംഗാബാദിലെ മഹാരാഷ്ട്ര സംസ്ഥാനത്തെ ഔറംഗാബാദിലാണ്. അപ്പോൾ എല്ലോറ ഗുഹാക്ഷേത്രം എവിടെയാണെന്ന് ചോദിച്ചാൽ ഔറംഗാബാദ് എന്ന് ഓർത്തു വെക്കണം. ഏത് സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ മഹാരാഷ്ട്രയാണെന്ന് കൂടി ഓർത്തു വെക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലോറ ഗുഹാക്ഷേത്രത്തിൽ നമുക്ക് ബുദ്ധിസത്തിൻ്റെയും ജൈനിസത്തിൻ്റെയും ഹിന്ദുയിസത്തിൻ്റെയും 3 മതങ്ങളുടെയും കാണാൻ വേണ്ടി പറ്റും. അതായത് ശില്പങ്ങളും മറ്റുമൊക്കെ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഒരു കൈലാസനാഥ ടെമ്പിൾ, അതായത് ഈ ഒരു ശിവക്ഷേത്രത്തിനെ കൈലാസനാഥ ടെമ്പിൾ എന്നാണ് വിളിക്കുന്നത്. കൈലാസനാഥ ക്ഷേത്രം. ഈ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത അത് മോണോലിത്തിക് ആണ്. അപ്പോൾ എന്താണ് മോണോലിത്തിക്? മോണോ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്നർത്ഥം. ലിത്തിക് എന്ന് പറഞ്ഞാൽ കല്ലാണ്. നമ്മൾ പാലിയോലിത്തിക്, മീസോലിത്തിക് എന്നൊക്കെ പഠിച്ചിട്ടില്ലേ? അപ്പോൾ ലിത്തിക് എന്ന് പറഞ്ഞാൽ കല്ലാണ്. മോണോലിത്തിക് എന്ന് പറഞ്ഞാൽ സിംഗിൾ സ്റ്റോൺ, ഒറ്റ കല്ലിൽ തീർത്ത ക്ഷേത്രമാണ്. അതായത് ഒരു പാറയിലാണ് ഈ ഒരു ക്ഷേത്രം പണിതിരിക്കുന്നത്. ആരാണ് പണിതത്? കൃഷ്ണ വൺ. ഏത് വർഷമാണ്? ഏകദേശം 8ാം സെഞ്ചുറിയിലാണെന്ന് ഓർത്തു വെക്കണം. 8ാം സെഞ്ചുറിയിൽ നിന്ന് 700 മുതൽ 800 വരെയുള്ള കാലഘട്ടത്തിലാണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഈ ഒരു രാഷ്ട്രകുത്താസിനെ കുറിച്ച് നമ്മൾ അധികം ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം നമ്മൾ ഓർത്തു വെച്ചാൽ മതി. അപ്പോൾ രാഷ്ട്രകുത്താസ് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു. ഡെക്കാൻ റീജിയൻ ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിലെ പ്രധാനപ്പെട്ട ഒരു രാജാവ് ദണ്ഡിദുർഗയായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ നല്ലോണം വികാസം പ്രാപിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിൻ്റെ മരണശേഷം കൃഷ്ണ വൺ വന്നു. കൃഷ്ണ വണ്ണിന് ശേഷം ധ്രുവ വന്നു. ധ്രുവയുടെ കാലഘട്ടത്തിലാണ് ഈ ഒരു രാഷ്ട്രകുത്താസിൻ്റെ സാമ്രാജ്യത്തിൻ്റെ പവർ ഏറ്റവും കൂടുന്നത്. അതിനുശേഷം രാജാക്കന്മാർ മാറി മാറി വന്നു. കൃഷ്ണ 3 ആയിരുന്നു അവസാനത്തെ ഏറ്റവും പ്രശസ്തനായ റൂൾ. അപ്പോൾ കൃഷ്ണ വണ്ണിനെ നമ്മൾ എന്തായാലും ഓർത്ത് വെക്കണം. അപ്പോൾ കൃഷ്ണ 3 ആയിരുന്നു കുറച്ചുകൂടി പവർഫുള്ളായ അവസാനത്തെ റൂളർ. അതിനുശേഷം വന്ന ആൾക്കാരൊക്കെ അത്ര പവർഫുൾ ആയിരുന്നില്ല. അപ്പോൾ ഇവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോൾ തുടക്കത്തിൽ ഇവർ ഹിന്ദു മതമായിരുന്നു. ശിവനെയും വിഷ്ണുവിനെയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൈലാസനാഥ ക്ഷേത്രം, ശിവനെ ആരാധിച്ചുകൊണ്ടുള്ള കൈലാസനാഥ ക്ഷേത്രം എല്ലോറയിൽ സ്ഥാപിച്ചത്. ആരാണ് സ്ഥാപിച്ചത്? കൃഷ്ണ വൺ. എപ്പോഴാണ് സ്ഥാപിച്ചത്? 8ാം സെഞ്ചുറിയിലാണ്. പിന്നീട് വന്ന രാജാക്കന്മാരൊക്കെ ജൈനിസവും ബുദ്ധിസവും ഒക്കെ പാട്രണൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജൈനിസത്തിൻ്റെയും ബുദ്ധിസത്തിൻ്റെയും ഒക്കെ ശില്പങ്ങൾ നമുക്ക് ഈ ഒരു ഗുഹാക്ഷേത്രങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ എവിടെയാണ് ഈ എല്ലോറ ഗുഹാക്ഷേത്രങ്ങളുള്ളത്? ഔറംഗാബാദിലെ മഹാരാഷ്ട്രയിലാണെന്ന് ഓർത്തു വെക്കണം. അപ്പോൾ ഈ ഒരു എല്ലോറ ഗുഹാക്ഷേത്രങ്ങളിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധമതത്തിൻ്റെയും ഹിന്ദു മതത്തിൻ്റെയും ജൈന മതത്തിൻ്റെയും ശില്പങ്ങൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓർത്തു വെക്കേണ്ടത് പ്രധാനപ്പെട്ട ക്ഷേത്രം എന്ന കൈലാസനാഥ ടെമ്പിളാണ്. കൈലാസനാഥ ക്ഷേത്രം അത് മോണോലിത്തിക് ആണ്, ഒറ്റ കല്ലിൽ തീർത്ത ക്ഷേത്രമാണ്. ആരാണ് നിർദ്ദേശം കൊടുത്തത് അല്ലെങ്കിൽ ആരുടെ കാലത്താണ് നിർമ്മിച്ചത്? കൃഷ്ണ വൺ എന്ന് പറയുന്ന രാജാവിൻ്റെ കാലഘട്ടത്തിലാണ്. 8ാമത്തെ സെഞ്ചുറിയാണ്. ഇത്ര മാത്രം നമ്മൾ ഈ ഒരു രാഷ്ട്രകുത്താസിനെ കുറിച്ച് ഓർത്തു വെച്ചാൽ മതിയാവും. ഇതുപോലെ തന്നെ മഹാരാഷ്ട്രയിൽ തന്നെയുള്ള എലിഫൻ്റ കേവ്സ്, ഈ ഒരു കേവ്സും ഈ ഒരു രാഷ്ട്രകുത്താസിൻ്റെ കാലഘട്ടത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമുക്ക് രാഷ്ട്രകുത്താസിനെ കുറിച്ച് അത്യാവശ്യം അറിഞ്ഞു വയ്ക്കേണ്ട കാര്യങ്ങളൊക്കെയായി. അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഈ ഒരു 3 രാജ്യങ്ങളുടെ ഇടയിൽ ഒരു രാജ്യത്തിനെ പറയാൻ ബാക്കിയുണ്ട്. അതായത് ഗുർജാര, പ്രതിഹാരാസ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് മനസ്സിലാക്കും. അപ്പോൾ ഈ ഒരു 3 ഭാഗങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സൗത്ത് ഇന്ത്യയിലേക്ക് പോകും. നമ്മുടെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ഒക്കെ ഭാഗമായിട്ട് തന്നെ സൗത്ത് ഇന്ത്യയിൽ ഇവിടെ നമ്മൾ വീണ്ടും
ഇവിടുത്തെ രാജവംശങ്ങളെക്കുറിച്ച് പഠിക്കും. അതിനുശേഷമാണ് പുറത്തുനിന്നുള്ള ആൾക്കാർ നമ്മുടെ രാജ്യത്തേക്ക് വരുന്നതായിട്ടും അതിനുശേഷം നടന്ന കാര്യങ്ങളൊക്കെ നമ്മളങ്ങ് വിശദമായിട്ട് പഠിക്കും. ഈ ഒരു ക്ലാസ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.